ഷഹദ് ഒക്കെ അടിപൊളി കക്ഷികളാണ് കേട്ടോ. അത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാരാത്രിക്കാണ് വീട്ടിൽ കയറുക. പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ. ഓക്കെ, ഹായ് ഷഹദ്. ഇവരെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വിവിധ റിപ്പോർട്ടുകളിലൂടെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ അരിക്കൊമ്പനെയൊക്കെ അന്വേഷിച്ച് പോയ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. രാവിലെ ഇറങ്ങിയിട്ട് അരിക്കൊമ്പനെ കാണാതെ രാത്രി മടങ്ങാൻ, പിറ്റേന്ന് വീണ്ടും പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. വിഷ്ണു സുരേഷ്, നിഖിൽ പ്രമേഷ്. വാർത്തയാണ് പരിപാടിയെങ്കിലും പാട്ടാണ് മെയിൻ ആയുധം അല്ലേ? ഇന്ന് പാടുന്നുണ്ടല്ലോ നിഖിലല്ലേ? ഓക്കെ, അടുത്ത കാലമാണ് ജോയിൻ ചെയ്തത്. അപ്പം നിഖിൽ പ്രമേഷ് ഒരു കാര്യം ഇവരോട് 2 ലൈൻ ചോദിക്കും പെട്ടെന്ന്. ഒരു അവതാരകന്റെ കുപ്പായം അണിയും. അല്ല, നമ്മളെല്ലാവരും ഒന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ് സാർ. കാരണം ഒരു ചാനൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാന്ന് പറയുമ്പോൾ ഷഹദൊക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. പൊഴിക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും വിനീത ബിജി, എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കൊച്ചിയിൽ നിന്ന് രാഹുൽ വിജയനുണ്ട്, നമ്മുടെ അശ്വിൻ പാലട്. അശ്വിൻ 2 വാക്ക് പറയാം സംസ്ഥാന സമ്മേളനം. സന്തോഷം, ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ചരിതാർത്ഥ്യം. രാഹുൽ വിജയൻ എന്ന് പറയുമ്പോൾ അരിക്കൊമ്പനെയാണ് ഓർമ്മ വരിക. രാഹുൽ, ഒരുപാട് സന്തോഷം. അരിക്കൊമ്പനേക്കാളും വലിയൊരു സംഭവം തന്നെയായിരുന്നല്ലോ ഇത്. ജനകീയനാണ്. അരിക്കൊമ്പനെ പിടിക്കിച്ച് കാട്ടിൽ കൊണ്ടുവിടുന്നവരെ കൂടെ നടത്തുന്ന ആളാണ്. അകത്താവാൻ തുടങ്ങിയതാ. എന്തായാലും ഈ ചരിത്ര നിമിഷത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വിഷ്ണു സൂരജ് സജി ഫ്രം തൃശ്ശൂർ. ഒരുപാട് സന്തോഷം. വലിയ ചരിത്രത്തിന്റെ ഭാഗം. സുരേഷ് ഫ്രം ഇടുക്കി. ഇതിനു മുമ്പ് പങ്കെടുത്തത് ഈ ജോലിക്ക് വരുന്നതിന് മുമ്പ് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് വേറൊരു ചരിത്ര സംഭവത്തിൽ. അജീഷ് ഫ്രം കൊച്ചിൻ. വിനീത. വിനീത എല്ലാരും കൂടെ സഹായിച്ച് വളരെ പോപ്പുലർ ആക്കി കളഞ്ഞു. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. പലരും എനിക്ക് നമ്മൾ ലൈവും ഒക്കെ നിൽക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കമന്റ്സ് ഇടുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വന്നത് മുതൽ എല്ലാവരും അടുത്ത് കാണുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം വരുന്നു. ജിദ്ദയിൽ നിന്ന് സൗദി അറേബ്യ മലയാളികളുടെ പ്രശ്നം മുഴുവൻ എത്തിച്ചേരുന്ന ജലീൽ കണ്ണമംഗലമാണിത്. ജലീൽ 2 വാക്ക്. വിനോദ ചാനലുകളെക്കാൾ കൂടുതൽ ന്യൂസ് ചാനലുകൾക്ക് പ്രേക്ഷകരുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സമ്മേളനം വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. ഓക്കെ, താങ്ക് യു ജലീൽ. കൂടിയുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു റിപ്പോർട്ടേഴ്സ്. നിഖിൽ പ്രമേഷ് ഇനി പാടാൻ വരണം. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ എന്തായിരിക്കും പ്രോഗ്രാം?